മുതലില്ലാതെ തലചായിപ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാതലത്തിൽ പാത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. കർത്താവേ നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സുഖത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. കർത്താവേ നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സുഖത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. ദൈവനാമത്തിന് സ്തോത്രം. ഈ രാത്രികാലം പ്രിയ സ്റ്റീഫൻ തന്റെ കുടുംബം, അതുപോലെ തന്നെ ഇവിടെ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ദേവദാസൻ തന്റെ കുടുംബം, അതുപോലെ കർത്താവിന്റെ ദാസനെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹോദരിമാർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. കുടുംബമായി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഇങ്ങനെ ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നതിനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഏകദേശം 23 വർഷങ്ങൾക്ക് മുൻപ് പ്രേമ സിസ്റ്റർ ഞങ്ങളെ പരിചയപ്പെട്ടതാണ്. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ വന്ന അനന്തരം ആ സ്നേഹബന്ധത്തിൽ ഇന്നും അതുപോലെ തന്നെ തുടരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഇപ്പോഴും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസിയുടെ സാന്നിധ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമാണ്, അനുഗ്രഹമാണ്. രാത്രികാലം ഈ മീറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ എന്താണ് ദൈവത്തിന്റെ വചനം സംസാരിക്കേണ്ടതെന്ന് ദൈവസേനയെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് നൽകിയതായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്യുവാനായി താല്പര്യപ്പെടുന്നത്. അതിനാധാരമായിട്ട് നമുക്ക് 1 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ രാത്രികാലം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. 7-ാം വാക്യത്തിൽ അങ്ങനെ നിങ്ങൾ മക്കതോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണിത്. ഇവിടെ നമുക്കറിയാം തെസ്സലോനിക്ക ലേഖനത്തെ പറ്റി നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. തെസ്സലോനിക്ക ലേഖനത്തിന്റെ ഒരു ചെറിയ മുഖവുര ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ആ മെസ്സേജിലേക്ക് കടക്കാം. അതിനകത്തില് ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ്, നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളാണ് ഈ തെസ്സലോനിക്ക ലേഖനം. അതുപോലെ തന്നെ അതിനകത്തിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 5-ാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷതയെ മേഘപ്രത്യക്ഷതയെ പറ്റിയൊക്കെ നമുക്ക് അവിടെ വ്യക്തമായിട്ട് വായിക്കുവാനായി കഴിയുന്നു. പൗലോസിന്റെ എഴുത്തുകളിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ റോമാലേഖനം മുതലാണ് നമ്മൾക്ക് ലേഖനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പൗലോസ് ആദ്യമായി എഴുതിയ ലേഖനങ്ങളിൽ പെട്ടതാണ് തെസ്സലോനിക്ക ലേഖനവും ഗലാത്യ ലേഖനവും. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. AD 51-52 കാലഘട്ടത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയാണ് പശ്ചാത്തലം പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഈ തെസ്സലോനിക്ക എന്ന പട്ടണം ഇന്നുകൊണ്ട് അത് അറിയപ്പെടുന്നത് തെസ്സലോനിക്കി എന്നാണ്. ഇതൊരു വ്യാവസായിക വാണിജ്യമായ ഒരു പട്ടണമാണ്. മോഡേൺ ഗ്രീസിലാണ് ഇന്ന് ഈ തെസ്സലോനിക്കി സ്ഥിതി ചെയ്യുന്നത്.
ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അവൻ സഖ്യകക്ഷികൾ സൈന്യത്തെ പാർപ്പിച്ചിരുന്നത് ഇവിടെയായിരുന്നു. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിക്കാർ ഈ സ്ഥലമൊക്കെ പിടിച്ചെടുത്തു. ഒത്തിരി യഹൂദന്മാർ ഇവിടെ തിങ്ങി പാർത്തിരുന്ന ഒരു പട്ടണമായിരുന്നു തെസ്സലോനിക്ക. എന്നാൽ ആ സമയത്ത് യഹൂദന്മാർക്ക് ഒത്തിരി പീഡകൾ അനുഭവിക്കേണ്ടി വന്നു. അവരെ അങ്ങനെ ഒത്തിരി പീഡകളിൽ കൂടെ കടന്നുപോയതിന്റെ ഫലമായിട്ട് അവിടെ അത് ഒരു പുരാതന നഗരമായിട്ട് ഇത് അറിയപ്പെട്ടു, ഈ തെസ്സലോനിക്ക പട്ടണം. അവിടെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഈ തെസ്സലോനിക്ക എന്ന് പറയുന്നത് റോമ സാമ്രാജ്യത്തിന്റെ കാലഘട്ടമായപ്പോൾ മക്കദോനിയയുടെ ഒരു തലസ്ഥാനമായിട്ട് തെസ്സലോനിക്ക അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പൗലോസിന്റെ മിഷണറി യാത്ര നമുക്കറിയാം. ഇതൊക്കെ 1, 2, 3 മിഷണറി യാത്ര പൗലോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. ഇത് എഴുതുവാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ തെസ്സലോനിക്ക പട്ടണത്തിൽ എത്തിയതിനു ശേഷം അവിടെയുള്ള ദൈവമക്കളെ ക്രിസ്തു വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുവാൻ വേണ്ടി പൗലോസ് എഴുതിയതാണ് ഈ ലേഖനം. അതുപോലെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി പൗലോസ് എഴുതിയെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെ തന്റെ സ്നേഹത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ പറ്റിയുള്ള ഒരു വ്യക്തമായ ധാരണ അവർക്ക് കൊടുക്കണമായിരുന്നു. കാരണം അവർക്ക് ഈ പുതിയതായ വിശ്വാസത്തിലേക്ക് വന്ന ദൈവമക്കൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി കൊടുക്കുവാൻ വേണ്ടി പൗലോസ് ആഗ്രഹിച്ചു. അതിനു വേണ്ടിയൊക്കെ എഴുതിയ ലേഖനങ്ങളാണ് ഈ തെസ്സലോനിക്ക ലേഖനം എന്ന് പറയുന്നത്. അവിടെ നിന്ന് വായിച്ചു വരുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ 1-ാം അധ്യായത്തില് സഭ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാവുന്നു. 2-ാം അധ്യായത്തിൽ സഭ എങ്ങനെ വളർന്നു, 3-ാം അധ്യായത്തിൽ എങ്ങനെ സഭ ഉറച്ചു, 4, 5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ സഭയുടെ മുമ്പോട്ട് നോക്കി ദൈവജനം ജീവിക്കണമെന്ന് പൗലോസ് അവരെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് 1-ാം അധ്യായത്തില് സഭയുടെ 4 ഗുണങ്ങളെ പറ്റി നമുക്കിവിടെ കാണുന്നുണ്ട്. സവിശേഷതകൾ അവിടെ വായിക്കുന്നു. 1, അവിടെയുള്ള ദൈവമക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. 2, മാതൃകയുള്ളവരായിരുന്നു എന്ന് കാണുന്നു. അതുപോലെ തന്നെ 3, ഉത്സാഹികളായിരുന്നു. 4, പ്രത്യാശയുള്ളവരായിരുന്നു. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. തെസ്സലോനിക്ക ലേഖനത്തിലെ ദൈവമക്കളുടെ പ്രത്യേകതകളാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നു അനുകാരികളായി തീർന്നു. ആരാണ് അനുകാരികളായി തീർന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ സുവിശേഷം കേട്ട തെസ്സലോനിക്കയിലെ സഭ, ഹല്ലേലൂയ, അവർ അല്പകാലമേ ആയുള്ളൂ കർത്താവിന്റെ വചനങ്ങളൊക്കെ കേട്ടിട്ട് എങ്കിലും അവരെ അനുകാരികളായി മാറുവാനിടയായി തീർന്നു. ആർക്കൊക്കെയാണ് അവർ അനുകാരികളായി മാറിയതെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പൗലോസിനും അതുപോലെ തന്നെ കർത്താവിനും അനുകാരികളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും തെസ്സലോനിക്ക സഭയെ പറ്റി ഹല്ലേലൂയ നമ്മൾ എന്തിനാണ് ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ലേഖനങ്ങളെല്ലാം തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയെങ്കിലും ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ വായിക്കുന്നു അവർ ദൈവത്തിനും അതുപോലെ തന്നെ ഞങ്ങൾക്കും അനുകാരികളായി തീർന്നു. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ അനുകരിക്കുവാനായി കഴിയുന്നത്? ഹല്ലേലൂയ. നമുക്ക് അതിനായിട്ട് ഒരു വാക്യത്തിലേക്ക് പോകാം. എഫെസ്യ ലേഖനത്തിന്റെ 5-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് പോകാം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുഗ്രഹിപ്പീൻ. സ്തോത്രം. അവിടെ നാം വായിക്കുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുഗ്രഹിപ്പീൻ. പ്രിയ മക്കൾ അല്ലെ, നമുക്കറിയാം പ്രിയ മക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ പേരൻസ് ആണല്ലോ ഭൂരിഭാഗം ഇവിടെ ഇരിക്കുന്നതും. നമുക്കറിയാം നമ്മുടെ മക്കൾ ഹല്ലേലൂയ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ആ തലമുറകളോട് താല്പര്യമുണ്ടാകും. പ്രിയ മക്കൾ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അവരെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുവാനിടയായി തീരും. അതുപോലെയാണ് നമ്മുടെ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. നാം പ്രിയ മക്കൾ എന്ന് പറയുമ്പോൾ
ദൈവത്തെ അനുകരിക്കണമെന്നവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. അവിടെ പൗലോസ് പറയുമ്പോൾ അവൻ ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ കർത്താവിനെ അനുകരിപ്പി എന്ന് പറയുന്നു. അവിടെ നമുക്ക് ഈ ആകയാൽ എന്ന വാക്ക് പറഞ്ഞിരിക്കുമ്പോൾ അതിന്റെ മുകൾ ഭാഗത്തെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ആമേൻ. മുകൾ ഭാഗത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ 4-ാം അധ്യായത്തില് 22-ാം വാക്യത്തിൽ നമ്മൾ ആമേൻ വായിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. അവിടെ നാം വായിക്കുന്നു, ആമേൻ. പ്രിയ മക്കൾ എന്ന പോലെ കർത്താവിനെ അനുകരിക്കണമെങ്കിൽ ഒന്നാമതായി നാം ചെയ്യേണ്ട കാര്യമുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിൽ നടക്കണം. ആമേൻ. കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്ക് നടക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്? പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ആമേൻ നാം എന്ത് ചെയ്യണം? പുതിയ മനുഷ്യനെ നാം ധരിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ ആമേൻ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ ആത്മാവിൽ നാം പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. ഓരോ ദിവസവും ആമേൻ ദൈവമക്കളെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ ആമേൻ എന്തിനാണ് നമ്മൾ ക്രമീകരിക്കുന്നത്? ഓരോ ദിവസവും നമുക്ക് ആത്മശക്തിയോടെ മുന്നേറുവാനാണ് ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നത്. ഹല്ലേലൂയ. പഴക്കത്തിന്റെ ആത്മാവിലല്ല, ആമേൻ പുതുക്കത്തിന്റെ ശക്തിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ആമേൻ. ദൈവം നമ്മളെ കണ്ടിരിക്കുമ്പോൾ ആമേൻ നാം ഇന്നലത്തെ ശക്തിയിൽ മുന്നേറുവാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിൽ നടക്കണമെങ്കിൽ ആമേൻ എന്നിലും നിങ്ങളിലും ഒരു പുതുക്കം അത്യാവശ്യമാണ്. ആമേൻ. അതുപോലെ പൗലോസ് പറയുന്നു, ആമേൻ 4-ാം അധ്യായം 29-ാം വാക്യം വായിക്കാം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആമേൻ. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിൽ ഒരുവൻ നടക്കണമെങ്കിൽ ആമേൻ. ഹല്ലേലൂയ. അവിടെ 29-ാം വാക്യം പറയുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആമേൻ. ദൈവത്തിന്റെ ഹല്ലേലൂയ ആമേൻ പ്രിയ മക്കളായി നാം തീരണമെങ്കിൽ ആമേൻ നിങ്ങളുടെ വായിൽ നിന്ന് ആകാത്തതൊന്നും വരരുത്. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിൽ ഒരുവൻ നടക്കണമെങ്കിൽ ആമേൻ നിങ്ങളുടെ വാക്ക് ആമേൻ ഒന്നായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് വിരോധമായി ആമേൻ മറ്റുള്ളവർക്ക് വിരോധമായി നമ്മുടെ നാവിൽ എന്തെങ്കിലും വന്നാൽ ആമേൻ ദൈവ സ്നേഹത്തിൽ നമുക്ക് നടക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ആമേൻ നിങ്ങളുടെ വാക്ക് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അതുപോലെ കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും വരരുത്. ഹല്ലേലൂയ. രാത്രികാലം നമുക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യാം. കഴിഞ്ഞ നാളുകളെ നമ്മുടെ അനുഭവങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നാം ദൈവത്തെ അറിഞ്ഞിട്ട് എത്രയോ നാളുകളായി, ചിലപ്പോൾ വർഷങ്ങളായി കാണാം. ആമേൻ. ചിലപ്പോൾ ചില മാസങ്ങളെ ആയിട്ടുള്ളായിരിക്കാം. ആമേൻ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഉപവാസ പ്രാർത്ഥനയിലെ ഇന്ന് രാത്രിയിൽ ആമേൻ എനിക്കറിയാം ഹല്ലേലൂയ നിങ്ങൾ ഒത്തിരി ഉണർവ് ആഗ്രഹിച്ചായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വാക്യം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ ആമേൻ. നമ്മൾ എവിടെ മനം തിരിഞ്ഞ് ആമേൻ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ ഉച്ചബോധം വന്ന് ആമേൻ നാം മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഒരു ഉണർവിലേക്ക് ദൈവസഭ നടത്തപ്പെടുവാനിടയായി തീരും. ആമേൻ. നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ആമേൻ കാലമധികമില്ല ദൈവമക്കളെ. ആമേൻ സംഭവങ്ങളെല്ലാം നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ നമ്മളെ വിളിച്ച വിശുദ്ധരത്തവണ്ണം ആമേൻ എല്ലാ നടപ്പിലും ആമേൻ വിശുദ്ധരായി തീരുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ട് പറയുകയാണ് ആത്മീക വർദ്ധനയ്ക്ക് വേണ്ടി നിങ്ങളുടെ വാക്ക് ഉപകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ് ആമേൻ. നമ്മൾ ഹല്ലേലൂയ നമുക്കറിയാം ആമേൻ പല അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ഒരേ അധരത്തിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുകയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം ഹല്ലേലൂയ എന്റെ നിങ്ങളുടെ അധരത്തിൽ കൂടി എന്താണ് വരുന്നത്? നാം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അടുത്തതായി പൗലോസ് പറയുന്നു 4:30 വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നമുക്ക് ദൈവ സ്നേഹത്തിൽ നടക്കുവാൻ കഴിയത്തില്ല. എങ്ങനെയാണ് നാം ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? അവന് എന്താണ് ആത്മാവിനെ ദൈവം നമുക്ക് അച്ചാരമായിട്ട് തന്നിരിക്കുകയാണ്. ആമേൻ. ഈ ലോകത്തിൽ ജയകരമായി ജീവിക്കുവാൻ
ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് കാര്യസ്ഥനെ നമ്മളെ ആമേൻ തന്നിരിക്കുകയാണ്. അവൻ ഈ കാര്യസ്ഥനാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്ന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കാര്യസ്ഥൻ ആമേൻ ഫലത്തിനെ പറ്റി നമുക്ക് ബോധം വരുത്തി തരും. നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും എല്ലാം ബോധം വരുത്തി തരുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അങ്ങനെയുള്ള ഈ പരിശുദ്ധാത്മാവിനെ നാം എന്ത് ചെയ്യല്? ദുഃഖിപ്പിക്കുവാനായി പാടില്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളിലാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കർത്താവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ആമേൻ പരിശുദ്ധാത്മാവ് നമ്മളോട് വേണ്ട എന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുമ്പിൽ കടന്നു വരാം. ആമേൻ. ചില വഴികളൊക്കെ നാം റൂട്ട് മാറി പോകുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും അതല്ല വഴി, ആമേൻ ഇതിലേ നടന്നുകൊണ്ട്. പക്ഷേ ചിലപ്പോൾ ഹല്ലേലൂയ ആമേൻ നമ്മളതിനെ ധിക്കരിച്ചുകൊണ്ട് മറികടന്നു പോകുന്ന അനുഭവം ഉണ്ടായിരിക്കാം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കുവാനായി പാടില്ല. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ്. ആമേൻ. നമ്മുടെ കൂടെ ഇരിക്കുവാൻ, ആമേൻ നമ്മുടെ പ്രയാസവേളയിൽ, ആമേൻ നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, ആമേൻ നമ്മുടെ തലമുറകൾക്ക് വഴി പറഞ്ഞു കൊടുക്കുവാൻ ആമേൻ ദൈവം നമ്മളിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ രാത്രികാലം പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കുന്നവരായി തീരരുത്. ആമേൻ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ദൈവ സ്നേഹത്തിൽ നിങ്ങൾക്ക് നടക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആമേൻ ദുഃഖിപ്പിക്കാതെ ആമേൻ കർത്താവ് നമ്മളിലാക്കിയിരിക്കുന്ന ആത്മാവിനെ നാം അനുസരിച്ച് നടക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ആമേൻ ഞാനും നിങ്ങളും അഭിഷേകം പ്രാപിക്കപ്പെട്ടവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. റോമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം മരിച്ചവരുടെ നിന്ന് ആമേൻ ഉയർപ്പിക്കുന്നവന്റെ ആത്മാവ് തന്നെ നിങ്ങളുടെ മധ്യ ശരീരങ്ങളെ ഉയർപ്പിക്കുമെന്ന്. രാത്രികാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാത്ത തലമുറകൾ ആരെങ്കിലും രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് പോകണം. കർത്താവേ നിന്റെ ആത്മാവിനെ പകരണമേ. ഹല്ലേലൂയ ആമേൻ. തലമുറകൾ എന്റെ മുമ്പിലുണ്ടല്ലോ. ആമേൻ. കുഞ്ഞുങ്ങളെ നിങ്ങൾ എവിടെ ആയിരുന്നാലും ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾക്ക് ദോഷം സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരുവന് ദൈവ സ്നേഹത്തിൽ നടക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ അതുപോലെ 4:31 വായിക്കാം. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു ദൈവ സ്നേഹത്തിൽ നമുക്ക് നടക്കണമെങ്കിൽ ആമേൻ ഈ കാര്യങ്ങളെല്ലാം നാം വിടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അവിടെ പറയുന്നു എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നാം ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഗലാത്യർ 5:23 വാക്യത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളോ ആമേൻ അശുദ്ധി എന്ന് പറഞ്ഞ വിഗ്രഹാരാധന, ആമേൻ നിഷ്കാമം പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആമേൻ. ഇതെല്ലാം ഹല്ലേലൂയ ജഡത്തിന്റെ പ്രവൃത്തികളാണ്. ജഡത്തിന്റെ പ്രവൃത്തികൾ ആമൻ ഒരുവനിൽ നിറയുന്നുവെങ്കിൽ ആമൻ അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവ സ്നേഹത്തിൽ നടക്കുവാൻ കഴിയത്തില്ല. രാത്രികാലം നമ്മൾ എന്തെങ്കിലും ആമൻ ജഡത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അതിനെ നാം ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനെ വിടേണ്ടതിനെ എല്ലാം നാം വിട്ടുകളയണം. കാരണം നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ആമൻ തടസ്സമായി നിൽക്കുന്നതാണിത്. ദൈവ സ്നേഹത്തിൽ നമുക്ക് മുന്നേറണമെങ്കിൽ ആമൻ ഹല്ലേലൂയ ആമൻ ഇതിനെല്ലാം നാം വിട്ടുകളയണം. അതുപോലെ തന്നെ 32-ാം വാക്യത്തിൽ വായിക്കുന്നു, നാം എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ആമേൻ. അവിടെ നാം വായിക്കുന്നു, ആമേൻ ദൈവ സ്നേഹത്തിൽ നടക്കണമെങ്കിൽ ആമേൻ നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവ ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ആമേൻ. കർത്താവ് കാണിച്ചു തന്ന മാതൃക നാം പിൻപറ്റേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരുവൻ ദൈവ സ്നേഹത്തിൽ നടക്കുവാനായി കഴിയും. ആമേൻ. പ്രിയ മക്കളാകണമെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവ സ്നേഹത്തിൽ നാം നടക്കണം. രണ്ടാമത് കർത്താവിന്റെ വെളിച്ചത്തിൽ നാം നടക്കുന്നവരായി തീരണം. ആമേൻ. ആധാരമായിട്ട് ആമേൻ എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. മുൻപ് നിങ്ങൾ ഇരുണ്ടായിരുന്നു, ഇപ്പോഴേ കർത്താവിന്റെ വെളിച്ചമാകുന്നു. കർത്താവിന്റെ
ദൈവം പ്രസാദമായി എന്തെന്ന് പരീക്ഷിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരെ കണ്ടുകൊള്ളുകയും. ആമേൻ. അവിടെ പറയുന്നു നോക്കിയേ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, അവൻ ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ആമേൻ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും. ആമേൻ. നമ്മുടെ കർത്താവ് വെളിച്ചമായ ദൈവമാണ്. ആമേൻ. ഒരു കാലത്ത് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ഇരുളായിരുന്നു ദൈവമക്കളെ. ആമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ. ആർക്കും വേണ്ടാതിരുന്ന സ്ഥാനത്ത്, ആമേൻ, നാം വലിയ ഇരുട്ടിലായിരുന്ന സ്ഥാനത്ത് നമ്മെ രക്ഷിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ആമേൻ. ആ സാഹചര്യങ്ങളിൽ കർത്താവിന്റെ സ്നേഹം, ആമേൻ, നമ്മളെ തേടി വന്നു. ഹല്ലേലൂയ. ഇരുട്ടിലായിരുന്ന നമ്മെ, ആമേൻ, തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഹല്ലേലൂയ. മക്കളാക്കി, അവകാശികളാക്കി ദൈവം നമ്മളെ മാറ്റിയെങ്കിൽ അവനെ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവരായി തീരണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം, ആമേൻ, വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ കാലഘട്ടമാണ്. ആമേൻ. നമ്മുടെ തലമുറകൾക്കൊക്കെ, ആമേൻ, ജീവിക്കുവാൻ പറ്റാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ സ്നേഹത്തിൽ പറയട്ടെ, നാം കടന്നു പോകുന്ന കോളേജുകളിൽ, ആമേൻ, നാം കടന്നു പോകുന്ന വ്യത്യസ്ത മേഖലകളിൽ, ആമേൻ, നാം പലരുമായിട്ട് ഹല്ലേലൂയ മിങ്കിൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. എന്നാൽ ആമേൻ, ഹല്ലേലൂയ, അവരിലുള്ള ഇരുട്ട് നമ്മിൽ വ്യാപരിപ്പനിടയാകരുത്. മറിച്ച് നിന്നിലുള്ള വെളിച്ചം, ഹല്ലേലൂയ, ദൈവം എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്ന വെളിച്ചം അവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു വലിയ ദൗത്യം എന്നെ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ള ഒരുവനെ കർത്താവിന്റെ മക്കളായി തീരുവാൻ, അവനെ അനുഗമിക്കുവാനായി കഴിയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ ഫലം നാം വായിച്ചു. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനം അതിന്റെ, ആമേൻ, ഹല്ലേലൂയ, 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Praise the Lord Jesus. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. Amen. Jesus. Hallelujah. നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നു. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവചനം, ആമേൻ, ലോകത്തിലേക്ക് ഹല്ലേലൂയ വന്നുകൊണ്ടിരുന്നു. ആമേൻ. തെസ്സലോനിക്കർ 5-ാം അധ്യായം, ആമേൻ, 5-6 വാക്യം, ആമേൻ, ഇങ്ങനെ നാം വായിക്കുന്നു. നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. Praise the Lord. നാം വെളിച്ചത്തിന്റെ, ഹല്ലേലൂയ, ആമേൻ, മക്കളാകയാൽ കർത്താവിന്റെ വെളിച്ചത്തിൽ നടക്കണം. അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കണം. Praise the Lord. ഒരിക്കൽ ഹല്ലേലൂയ പറയുകയാണ്, ആമേൻ, കർത്താവ് നമുക്ക് വാണിങ്ങി തരികയാ. ആമേൻ. സുബോധമുള്ളവരായിരിക്കണം. നമ്മൾ എങ്ങനെ നടക്കണം, ആമേൻ, നമ്മൾ ഹല്ലേലൂയ എന്ത് പറയണം എന്നൊക്കെ നമുക്ക് എപ്പോഴും, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസ് നമുക്ക് വേണമെന്ന് പറയുന്നു. ആമേൻ. കർത്താവിന്റെ വെളിച്ചത്തിൽ, ആമേൻ, നടക്കുന്നവർക്ക്, ആമേൻ, ഹല്ലേലൂയ, അവനെ അനുകരിക്കുന്നവരായിത്തീരുന്നു. ആമേൻ. ഹല്ലേലൂയ. മൂന്നാമതായിട്ട്, ആമേൻ, ഹല്ലേലൂയ, എഫേസ്യ ലേഖനം 5-ാം അധ്യായം ഓടിപ്പോവുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ സൂക്ഷ്മയോടെ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് എത്രയും നടപ്പാൻ നോക്കുവിൻ. അവിടെ പറയുന്നു, ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് എത്രയും നടപ്പാൻ നോക്കുന്നു. ആമേൻ. നോക്കുവിൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ആമേൻ, ദൈവത്തിന്റെ ഹല്ലേലൂയ മക്കളായി ദൈവത്തെ അനുകരിക്കണമെങ്കിൽ നാം അറിയേണ്ട മൂന്നാമത്തെ കാര്യം, ആമേൻ, നമ്മൾ നമ്മുടെ സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുന്നവരായി തീരണം. ആമേൻ. ജ്ഞാനികളായിരിക്കണം. ആമേൻ. സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ, ആമേൻ, വന്നെത്തിയിരിക്കുന്ന സമയത്തെ പറ്റിയും, ആമേൻ, കാലഘട്ടത്തെ പറ്റിയും, ആമേൻ, നാം എവിടെ ആയിരിക്കുന്നു എന്നതിനെ പറ്റി, ആമേൻ, വലിയൊരു ബോധം നമ്മളെ വ്യാപരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെ പറയുന്നു, സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ആമേൻ. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ അധിക സമയങ്ങളില്ല. ഹല്ലേലൂയ. സമയങ്ങളെ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുന്നവരായി തീരണം. എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന
സമയങ്ങളുണ്ട്. ഈ സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിനൊക്കെ നാം ഒരു ദിവസം കണക്ക് പറയേണ്ട ആമേൻ സമയം വരും. ആമേൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ആമേൻ സർവശക്തനായ ദൈവം എന്നോടും നിങ്ങളോടും കാര്യം തീർക്കുന്ന നാളിൽ ആമേൻ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ഇന്ന് രാത്രി നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ ആമേൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ആമേൻ ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 14-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും, ബുദ്ധിയാലോ മുതിർന്നു വരുന്നവരാകുവീൻ. അവിടെ പറയുന്നു, നിങ്ങൾ ബുദ്ധിയിൽ ശിശുക്കളായിരിക്കരുത്. പക്ഷെ എന്തിന് ശിശുക്കളായിരിക്കണമെന്ന് പറയുന്നു? തിന്മയ്ക്ക് നിങ്ങൾ ശിശുക്കളായിരിക്കും. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ ബുദ്ധി കൊണ്ട് നമുക്ക് ആമേൻ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ പലതും പറയുമല്ലേ. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നു, ആമേൻ ഹല്ലേലൂയ, തിന്മയ്ക്ക് നിങ്ങൾ ശിശുക്കളായിരിക്കും. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ നമ്മുടെ സമയങ്ങള് ആമേൻ തക്ക സമയങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ഉപയോഗിക്കുന്നവരായിരിക്കണം. ആമേൻ ഓരോ സാഹചര്യങ്ങളിലും ആമേൻ ദൈവം നമ്മളെ നടത്തുന്ന വഴികളിലൊക്കെയും ആമേൻ ഹല്ലേലൂയ ബുദ്ധിയുള്ളവരായി തീരുവാൻ ആമേൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ആമേൻ പ്രിയ മക്കളെന്ന പോലെ ആമേൻ കർത്താവിനെ അനുകരിക്കുവാൻ ആമേൻ ഞാൻ ഈ 3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ദൈവ സ്നേഹത്തിൽ നടക്കണം, കർത്താവിന്റെ വെളിച്ചത്തിൽ നാം നടക്കണം. അതുപോലെ തന്നെ ഹല്ലേലൂയ ജ്ഞാനികളായിട്ട് സൂക്ഷ്മത്തോടെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുന്നവരായി നിങ്ങൾ തീരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ഈ തെസ്സലോനിക്ക സഭ ആമേൻ വലിയ ഹല്ലേലൂയ ആമേൻ കർത്താവിനും പൗലോസിനും അനുകാരികളായി തീർന്നു. ആമേൻ അവരുടെ ചരിത്രമൊക്കെ നാം നോക്കുമ്പോൾ ഒത്തിരി ഹല്ലേലൂയ പഴക്കങ്ങളൊന്നും അവർക്കില്ല. പക്ഷേ അവർ പൗലോസിനോട് കേട്ട ദൈവത്തിന്റെ വചനത്തെ അങ്ങനെ തന്നെ അവർ വിശ്വസിച്ച് ഏറ്റെടുക്കുവരുടെയായി തീർന്നു. എന്നിട്ട് ആ മാതൃക പോലെ തന്നെ അവർ ജീവിച്ചു. രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഈ വചനയുടെ ഷെയർ ഈ വാചകം പറഞ്ഞപ്പോൾ ആമേൻ ഞാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് ചിലപ്പോൾ നിങ്ങളെ പറ്റി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകും. ആമേൻ തെസ്സലോനിക്കയിലെ സഭയെ പോലെ ഒരു മാതൃകയുടെ സഭയായി തീരുവാൻ ആമേൻ നിങ്ങളെ കണ്ടനേകർ ദൈവത്തെ അനുകരിക്കുവാൻ തക്കവണ്ണം ആമേൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകാം. ആമേൻ രാത്രിയിൽ അങ്ങനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ അതുപോലെ തന്നെ ആമേൻ സഭയ്ക്ക് ആമേൻ തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആമേൻ അവിടെ നാം വായിക്കുന്നുണ്ട്, ആമേൻ ആമേൻ മാതൃകയുള്ളവരായിരുന്നു. 7-ാം വാക്യമാണെന്ന് തോന്നുന്നു. മാതൃകയുള്ളവരായിരുന്നു നാം വായിക്കുന്നു. വായിക്കാമോ? 1 തെസ്സലോനിക്ക 5-ന്റെ 7-ാം വാക്യം. നാമോ പകലിലുള്ളവരാകിയാണ്. അതല്ല സിസ്റ്ററെ, ആദ്യം നമ്മൾ വായിച്ചിരുന്നു. ആകെ നാം ശേഷമുള്ളവരെ പോലെ ഉടനാതെ ഉടൻ സ്വയംബോധമുള്ളവരായി. സോറി, 1 തെസ്സലോനിക്കയിൽ നമ്മൾ ആദ്യം വായിച്ച നമ്മുടെ കുറുവാക്യത്തിലെ കാര്യമാണ്. 1 തെസ്സലോനിക്ക സഹിക്കേണ്ടി വന്നിട്ടോ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടും ഞങ്ങൾക്കും കർത്താവിനും അധികാരികളായി തീർന്നു. അതെ, നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളാണ് അധികാരികളായി തീരണമെങ്കിൽ നാം എന്തെല്ലാം ചെയ്യണമെന്ന്. അടുത്തതായി നാം 7-ാം വാക്യം വായിച്ചേ. അങ്ങനെ നിങ്ങൾ മക്കതോനിയയിലും അഖായിയയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നോക്കിയേ, ആമേൻ അവർ മാതൃകയുള്ളവരായി തീർന്നു. ആർക്കൊക്കെയാണെന്നാ പറയുന്നേ? ആമേൻ മക്കതോന്യയിലും അഖായയിലും അതുപോലെ തന്നെ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും. ഹല്ലേലൂയ. ഇന്നും നമ്മൾ ആ സഭയെ പറ്റി പറയുന്നില്ലേ? ഹല്ലേലൂയ. എല്ലാവർക്കും അവർ മാതൃകയുള്ളവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ അവരുടെ മാതൃക ഏതെല്ലാം കാര്യങ്ങളായിരുന്നു നാം പഠിക്കുമ്പോൾ ആമേൻ അവർ ദൈവവചനത്തെ ആമേൻ സ്വീകരിക്കുന്നവരായിരിക്കും നമുക്ക് കാണുവാനായി കഴിയുന്നു. 1 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 2-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1 തെസ്സലോനിക്ക 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു.
വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് അവരുടെ മാതൃക കാണുവാനായി കഴിയുന്നു. ആമേൻ. അവർ ദൈവ വചനത്തെ സ്വീകരിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. രാത്രി കാലം നമുക്ക് കർത്താവിന്റെ വചനത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ടോ? ആമേൻ. ഒരുക്കമുള്ള ഹൃദയമാണോ നമ്മളിൽ ഉള്ളത്? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ആമേൻ. അത് ആമേൻ. ദൈവത്തിന്റെ വചനം ആര് പറഞ്ഞാലും ആമേൻ ആമേൻ മനുഷ്യന്റെ വചനമായിട്ടല്ല നമ്മുടെ മുമ്പിൽ എത്തുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം മീഡിയ ദൈവത്തിന്റെ ഒരു വിഷയമല്ല. ആമേൻ. ദൈവത്തിന്റെ വചനം ആമേൻ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നവരുടെയായി തീരും. ആമേൻ. അതിനെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ള ഹൃദയമുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. തെസ്സലോനിക്ക സഭയുടെ ഒന്നാമത്തെ ഗുണമായിരുന്നു അവർ ദൈവ വചനത്തെ സ്വീകരിക്കുന്നവരായിരുന്നു. രാത്രികാലം സഭയെ ആമേൻ നമുക്ക് അങ്ങനെ ഒരു മനോഭാവമുണ്ടോ? രാത്രി ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ വചനത്തെ അങ്ങനെ തന്നെ നിങ്ങൾ സ്വീകരിച്ചാൽ ആമേൻ അവിടെ പറയുന്നത് നോക്കിക്കേ. ആമേൻ. പൗലോസ് പറയുക അത് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവ വചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പൗലോസിന്റെ ഒരു മനസ്സിന്റെ ആമേൻ ഒരു നിർവൃത്തി നിങ്ങൾ നോക്കിക്കേ. തെസ്സലോനിക്ക സഭയെ പറ്റി പൗലോസ് സന്തോഷിക്കുകയാണ്. ആമേൻ. മനുഷ്യന്റെ വചനമായിട്ടല്ല നിങ്ങൾ അതിനെ ഏറ്റെടുത്തത്, മറിച്ച് ദൈവ വചനമായിട്ട് തന്നെ നിങ്ങൾ ഏറ്റെടുത്തു. ആമേൻ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പൗലോസ് പറയുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. രാത്രികാലങ്ങളെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ആമേൻ ദൈവത്തിന്റെ വചനം നിങ്ങൾ വിശ്വസിച്ചാൽ അതിനെ അങ്ങനെ ഏറ്റെടുത്താൽ ആമേൻ അതിനകത്ത് ജീവനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതിനകത്ത് ശക്തിയുണ്ട്. രാത്രികാലം നിങ്ങൾ ഏതെല്ലാം വിഷയത്തില് ആമേൻ ഭാരത്തോടെ വേദനയോടെ നിങ്ങൾ കടന്നു വന്നുവോ ആ വിഷയത്തിന്റെ മേൽ ദൈവ വചനത്തിൽ കൂടെ ദൈവത്തോട് ഇടപെടുവാനിടയായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ അവൻ ജീവൻ പ്രാപിക്കപ്പെട്ടവനായി മടങ്ങുവാനിടയായിത്തീരും. ആമേൻ. അല്ല ദൈവവചനത്തെ നമുക്ക് സ്വീകരിക്കാം. അതിനായി നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരുക്കാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ ആമേൻ ആമേൻ വായിക്കുമ്പോൾ തെസ്സലോനിക്കനെ നമ്മൾ വായിച്ചു 2-ാം അധ്യായം 13-ാം വാക്യം. അതുപോലെ തന്നെ ഈ വചനം നാം സ്വീകരിച്ചതുപോലെ തന്നെ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഇത് മറ്റുള്ളവരോട് നാം പറയണം. പ്രൈസ് ദി ലോർഡ്. നാം അറിഞ്ഞ ദൈവത്തിന്റെ വചനം ആമേൻ നാം അറിഞ്ഞ രക്ഷയുടെ സന്ദേശം ആമേൻ അനേക പ്രിയപ്പെട്ടവര് ഇതറിയാതെ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. അനേകരോട് ഇതിനെ പറ്റി നാം പറയണം. അനേകരെ ആലയത്തിലേക്ക് നാം കൊണ്ടുവരണം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒരു ദൈവദാസന്റെ മാത്രം ഉത്തരവാദിത്തമല്ല ആത്മാക്കളെ കൊണ്ടുവരിക എന്നുള്ളത്. പലപ്പോഴും നമുക്ക് പല തെറ്റിദ്ധാരണകൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോ ദൈവവൈതന്റെ കടമയാണ് ഇനി ഒരു ആത്മാവിനെ നേടുക എന്നുള്ളത്. ഹല്ലേലൂയ. ആമേൻ. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കും ആമേൻ നിങ്ങൾ എത്ര പേരോട് സുവിശേഷം പറഞ്ഞു? ആമേൻ. നിങ്ങളുടെ അടുക്കലൊക്കെ ഉണ്ടായിരുന്ന ആളുകളില്ലേ? അവരോടൊക്കെ നിങ്ങൾ ദൈവത്തെ പറ്റി പറഞ്ഞു എന്നൊക്കെ ദൈവം നമ്മളോട് ചോദിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ മക്കളെ രാത്രികാലം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങൾ കണ്ടുമുട്ടുന്നവരോട് കർത്താവിനെ പറ്റി പറയുവാൻ ആമേൻ ഞങ്ങൾക്ക് ഒരു അവസരം തരണമേ, അതിന് സാഹചര്യം തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവവചനത്തെ അവർ സ്വീകരിക്കുന്നവരായിരുന്നു. രണ്ടാമതായി കാണുമ്പോൾ ആമേൻ അതുപോലെ തന്നെ അവർ ദൈവവചനം ആമേൻ പ്രഘോഷിക്കുന്നവരെ സ്വീകരിച്ചിരുന്നു. ഹല്ലേലൂയ. അതൊക്കെ നമ്മൾ വായിച്ചതായോട് പിന്നെ വായിക്കുന്നില്ല. ആമേൻ. ദൈവവചനത്തെ പ്രഘോഷിക്കുന്ന ആമേൻ പൗലോസിനെ കൂടെയുള്ള ആമേൻ പ്രിയപ്പെട്ടവരെ ആ സഭ സ്വീകരിക്കുവാനിടയായിത്തീർന്നു. നമ്മുടെ അടുക്കലേക്ക് വരുന്ന ദൈവത്തിന്റെ വചനവുമായി വരുന്ന ആമേൻ ദൈവത്തിന്റെ ദാസന്മാർ ഇല്ലെങ്കിൽ ദൈവസഭയെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ആമേൻ നമുക്ക് വേണ്ടി നിൽക്കുമ്പോൾ നാം അവരെ സ്വീകരിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുകയാണ്. ഇബ്രായ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. ഇബ്രായ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ ഹല്ലേലൂയ പൗലോസ് പറയുന്നു നിങ്ങളെ നടത്തുന്നവരെ ആമേൻ. ഹല്ലേലൂയ. എന്താ പറഞ്ഞേ? അവരെ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ.
ആമേൻ ഹല്ലേലൂയ. ആമേൻ. അവരെ അനുസരിച്ച് നമ്മൾ കീഴടങ്ങിയിരിക്കണം. അവരെ ആത്മാക്കൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ ആമേൻ ഹല്ലേലൂയ. ആമേൻ. അവരെ നാം ഹല്ലേലൂയ ആമേൻ സ്വീകരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആത്മാവിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ സകല കാര്യത്തിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ. ഇവിടെയുള്ള ദൈവദാസൻ ആമേൻ ഹല്ലേലൂയ ജാഗരിക്കുന്നത് പോലെ ആരും ജാഗരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെയൊക്കെ ആക്കി വെച്ചിരിക്കുന്ന സഭകളുണ്ട്. ആമേൻ. മറ്റുള്ളവരോടൊക്കെ നമുക്ക് സ്നേഹമാണ്, കാര്യമാണ്, ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ നടത്തുന്ന ദൈവദാസനാണ് നിങ്ങളുടെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളത്. ആമേൻ. അവരിൽ ഇറങ്ങിക്കൊണ്ടൊന്നും ചെയ്യുവാനിടയാവില്ല. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ കൂടെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ആരും ഹല്ലേലൂയ വചനത്തിന്റെ മുമ്പേ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അവരെ സ്വീകരിക്കുന്ന മനോഭാവം, അവരെ അനുസരിക്കുന്ന മനോഭാവം ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് അവർ നിൽക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ നമുക്ക് ഹല്ലേലൂയ അക്സെപ്റ്റ് ചെയ്യാൻ പല സാഹചര്യങ്ങളിലും ആമേൻ കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷേ ദൈവം പറയുന്നത് ആമേൻ അവരെ നമ്മൾ അംഗീകരിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിലെ 12-13 കൂടെ വായിക്കാം. തെസ്സലോനിക്ക 5:12-13. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവ് നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തവരെ അറിഞ്ഞ് അവരുടെ വേറെ നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. നോക്കിക്കേ, കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്നവരെ ഓർത്തിട്ട് ആമേൻ ഏറ്റവും സ്നേഹത്തോടെ അവരോട് പെരുമാറണമെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. തെസ്സലോനിക്ക സഭയുടെ ഒരു ഗുണമായിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. ഈ ഗുണങ്ങളൊക്കെ കർത്താവ് നമ്മളിലും ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞു, അവർ ദൈവവചനത്തെ സ്വീകരിക്കുന്നവരായിരുന്നു. ആമേൻ. ദൈവവചനം പ്രഘോഷിക്കുന്നവരെ സ്വീകരിച്ചവരായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ 1-ാം ലേഖനത്തിലും ആമേൻ ഹല്ലേലൂയ 5-ാം അധ്യായം 17-ാം വാക്യത്തിലും ആമേൻ അങ്ങനെ തന്നെ നാം കാണുന്നു. 1 തീമോഥെയോസ് ആമേൻ 5:17. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എന്നുള്ളത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അവിടെ വാക്യം വ്യക്തമായിട്ട് വായിക്കുന്നു. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം നോക്കിക്കേ, വചനത്തില് ഉപദേശത്തില് അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രമാത്രം ബഹുമാനത്തോടെ സ്നേഹത്തോടെ നാം ഇടപെടണമെന്ന് അവിടെ പറയുകയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവമക്കളെ, ഇതൊന്നും തിന്മയ്ക്ക്, ഇതൊക്കെ നമ്മുടെ നന്മയ്ക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി അനുസരിക്കുന്ന ഒരുവനെ ദൈവം അനുഗ്രഹിക്കുവാനിടയായിത്തീരും. ആമേൻ. അതുപോലെ തന്നെ ആമേൻ അതിന്റെ 3-ാം പോയിന്റിലേക്ക് നാം വരുമ്പോൾ തെസ്സലോനിക്ക സഭയുടെ അടുത്ത ഗുണം പറയുന്നു. ആമേൻ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ആമേൻ അവർ നിന്നു. ഹല്ലേലൂയ. അത് നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. ആമേൻ. നമുക്കറിയാം ആമേൻ അവർ വിശ്വാസത്തിന് വേണ്ടി വന്നപ്പോൾ, ആമേൻ ജാതികളിൽ നിന്ന് വന്നപ്പോൾ അവരുടെ സ്വഭാഷക്കാരുടെ നടുവിൽ നിന്നൊക്കെ അവർ ഒത്തിരി പീഡനങ്ങൾ അനുഭവിക്കുവാനിടയായി തീർന്നു. ആമേൻ. ബഹു കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. ആമേൻ. നിന്ദയും പരിഹാസവും ബുദ്ധിമുട്ടും പീഡയും എല്ലാം അവർ അനുഭവിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആ കഷ്ടത്തിന്റെ നടുവിലും അവർ പിന്മാറുവാനിടയായില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ദൈവത്തിന്റെ നാമനിമിത്തം ആമേൻ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദകൾ, ആമേൻ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, ആമേൻ ഹല്ലേലൂയ, ഇതൊന്നും ഹല്ലേലൂയ ആമേൻ തിന്മയ്ക്കല്ല, ഇതിനെല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റുവാനിടയായി തീരും. നിങ്ങളുടെ കഷ്ടങ്ങൾ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ പൗലോസിന്റെ ഭാഷയിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പറയുന്നു, നൊടി നേരത്തെ കൂടെ നിങ്ങൾ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം കിട്ടുവാൻ ഹേതുവാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കഷ്ടങ്ങൾ എത്ര നേരത്തേക്കുള്ളതാണെന്നാ പറയുന്നേ? നൊടി നേരത്തെ കൂടെ കഷ്ടം. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ആമേൻ എത്രയാണോ അത്രയും മാത്രമേ നാം കടന്നു പോകുന്ന ശോധനകളും വേദനകളും. പ്രൈസ് ദി ലോർഡ് ആമേൻ. അതിലൊക്കെ ഉപരിയായി ആമേൻ നിത്യതയിൽ ഹല്ലേലൂയ ദൈവത്തോടൊപ്പം നാം ആനന്ദിക്കുവാനിടയായി തീരും. ഈ കഷ്ടങ്ങൾ നാം സഹിച്ചാൽ, ഈ വേദനകൾ നിങ്ങൾ സഹിച്ചാൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തോട് കൂടെ ആമേൻ നിത്യമായ അനന്തതയിൽ നമുക്ക് സന്തോഷിക്കുവാനായി കഴിയും. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ആമേനോട് പറയുന്നു
ആമേ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളില്ലാതെ നമുക്ക് എങ്ങനെ സഹിഷ്ണുത വരും? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വചനങ്ങളൊക്കെ ആഴമായി പഠിച്ചാൽ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ആ വചനവുമായിട്ടൊന്ന് ഇരുന്നാൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ കഷ്ടങ്ങളിലെ നിങ്ങളെ സഹിഷ്ണുത പഠിപ്പിച്ചത്, ആമേൻ സഹിഷ്ണുതയിലെ നിങ്ങളെ സിദ്ധതയിലേക്ക് നടത്തിയത്, ആമേൻ സിദ്ധതയിലെ നിങ്ങളെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങൾ അത് നിങ്ങളെ തളർച്ചു കളയുവാനല്ല, ആമേൻ മറിച്ച് ഹല്ലേലൂയ നിങ്ങളിൽ ചില നല്ല ഗുണങ്ങളെ പ്രവാക്കുവാൻ, ആമേൻ സിദ്ധത ഉണ്ടാക്കുവാൻ, ആമേൻ പ്രത്യാശ ഉണ്ടാക്കുവാൻ, ആമേൻ സഹിഷ്ണുത ഉണ്ടാക്കുവാൻ ആ കഷ്ടതകൾ കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ കഷ്ടങ്ങൾ, ആമേൻ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ, ഹല്ലേലൂയ ആമേൻ ഈ കഷ്ടങ്ങളെല്ലാം ആമേൻ മാറുന്ന ഒരു ദിനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. തെസ്സലോനിക്കയിലെ ദൈവമക്കളും വെറും കഷ്ടങ്ങൾ സഹിച്ചവരായിരുന്നു. ആമേൻ ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവരെ കഷ്ടതകളിൽ കൂടെ ദൈവത്തെ ആമേൻ സേവിച്ചവരാണ്. ഹല്ലേലൂയ ആമേൻ. ഇന്ന് ആമേൻ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങളൊന്നുമല്ല അവരൊന്നും സഹിച്ചത്. ആമേൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ആമേൻ അടിയേറ്റവർ, ഉപദ്രവമേറ്റവർ, ആമേൻ ഹല്ലേലൂയ ആമേൻ സ്വന്തക്കാരെയും ആമേൻ വീട്ടുകാരെയും എല്ലാം ആമേൻ നഷ്ടപ്പെട്ടവർ എത്രയോ അനുഭവങ്ങളിൽ കൂടെ ഭക്തന്മാർ കടന്നുപോയി. ഹല്ലേലൂയ. എന്നിട്ടും അവരുടെ കഷ്ടങ്ങളിൽ അവർ പിടിച്ചു നിൽക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം ആമേൻ കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിൽ, ആമേൻ ദൈവത്തെ കണ്ടുമുട്ടിയതിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ ആമേൻ നിങ്ങളെ ചേർത്ത് കൊള്ളുവാനുള്ള കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ലോകത്തെ ജയിച്ച ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ കഷ്ടം സഹിക്കുന്ന നമ്മളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. അവൻ നമ്മെ ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന ദൈവമാണ്. ആമേൻ കഷ്ടങ്ങളിൽ തകരുവാൻ അവൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ കഷ്ടങ്ങൾ, ആമേൻ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രൈസ് ദി ലോർഡ്. പാട്ട് പാടാറുണ്ട്. ആമേൻ ഹല്ലേലൂയ. കഷ്ടങ്ങൾ സാരമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ നിത്യതയെ പറ്റി ഓർക്കുമ്പോൾ നമുക്കിതൊന്നും ഒരു സാരമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദർശനം എപ്പോഴും നിത്യതയായിരിക്കണം. ആമേൻ ദൈവത്തിന്റെ സ്നേഹത്താൽ ആമേൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എപ്പോഴും നിത്യതയെ പറ്റി ചിന്തയുള്ളവരായിരിക്കണം. ആമേൻ ഈ കാലഘട്ടം നാം ഒന്ന് നോക്കിക്കേ. ആമേൻ കർത്താവിന്റെ വരവിനെ പറ്റിയോ ആമേൻ നിത്യതയെ പറ്റിയോ ആമേൻ ദർശനം പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരിക്കുക. ആമേൻ നാം വളരെ ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം ഹല്ലേലൂയ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളായിരിക്കാം. ആമേൻ എല്ലാം എന്തെല്ലാം ആയിരുന്നാലും ഇന്നത്തെ തലമുറകളിലേക്ക് നാം വരുമ്പോൾ ആമേൻ അതിനൊക്കെ വലിയൊരു അഭാവം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവസഭയെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ സാമേൻ ദൈവമക്കൾക്ക് വേണ്ടിയും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ആമേൻ കാരണം എന്താണെന്നറിയാമോ? നിത്യതയുടെ ദർശനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ആ നിത്യതയുടെ വെളിച്ചത്തിലായിരിക്കണം നാം ഇവിടെ ജീവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി ആമേൻ നാം വളരെ ദൈവസഭയെ ജാഗരിക്കേണ്ടത് ആവശ്യമുണ്ട്. ആമേൻ ഹല്ലേലൂയ. വല്ലാത്ത ആമേൻ കാലത്തിൽ നാം വന്നെത്തിയിരിക്കുകയാണ്. അവരെ വഴിതെറ്റിക്കുന്ന അനേക സംഭവങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ആമേൻ നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവേ, ആ നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും ഞങ്ങളുടെ കുടുംബത്തിലോ എന്റെ തലമുറകളിലോ ഉണ്ടാകരുതേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പൗലോസ് ആമേൻ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല.
ഇരിക്കുന്നില്ല. ആമേൻ. സ്തോത്രം. നോക്കിയേ പൗലോസ് പറയുന്നു, സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അവരവരുടെ പ്രശ്നങ്ങൾ ഇവിടെ പറയുകയാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ട്. അവര് കഷ്ടം അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്, ഉപദ്രവം അനുഭവിക്കുന്നുണ്ട്, വീണ് കിടക്കുന്നുണ്ടെങ്കിലും ഇതിലൊന്നും അവർ നശിച്ചു പോകുവാനോ, ഉപേക്ഷിക്കപ്പെട്ടു പോകുവാനോ, നിരാശപ്പെട്ടു പോകുവാനോ, ഇടുങ്ങിയിരിക്കുവാനോ ഒന്നും ദൈവരെ അനുവദിച്ചിട്ടില്ല. അവൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മക്കളെ, കർത്താവിനെ അറിഞ്ഞുകൊണ്ട് കഷ്ടമൊന്നും മാറിപ്പോകത്തില്ല. അവൻ അങ്ങനെയുള്ള പഠിപ്പീരുകൾ ഒരു കാലഘട്ടത്തിലാണ് വന്നെത്തിയിരിക്കുന്നത്. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കഷ്ടതയില്ല. ആ മേഖലയിൽ അതൊന്നുമല്ല അതിന്റെ ശരിയായ അർത്ഥം. ദൈവത്തെ അറിയുന്നവർക്ക് കഷ്ടമുണ്ട് എങ്കിൽ കർത്താവ് പറയുന്നു, കഷ്ടമുണ്ടെങ്കിലും ലോകത്തിന് ഒരു കഷ്ടമുണ്ട്, ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് തന്നെ പറയുകയാണ്, കഷ്ടമുണ്ട്. കഷ്ടങ്ങളുടെ നടുവിൽ നമ്മളെ നിലനിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. സഭയുടെ മൂന്നാമത്തെ ഗുണമാണ്, അവർ ബഹു കഷ്ടം സഹിച്ചിട്ടും ദൈവത്തിന്റെ സന്നിധി നിൽക്കുവാനിടയായിരുന്നു. ഒരു ഗുണം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നാലാമതായിട്ട് അവർ മറ്റുള്ളവർക്ക് പ്രചോദനമായിരുന്ന ഒരു സഭയായിരുന്നു. വായിച്ചിട്ടുണ്ടല്ലോ. അവര് മറ്റുള്ളവർക്കെല്ലാം പ്രചോദനമായിരുന്നു. എന്നെയും നിങ്ങളെയും കാണുന്നവർ പറയണം, അവർ സാക്ഷാൽ ദൈവമക്കളാണെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ഫലം കൊണ്ട് അവർ നമ്മളെ തിരിച്ചറിയുവാനിടയായി തീരണം. ഹല്ലേലൂയ. മാതൃകയുള്ളവരായി തീരണം, മറ്റുള്ളവരെ പ്രചോദനം കൊടുക്കുന്നവരായി തീരണം. നമ്മുടെ അടുക്കലേക്ക് ഒരുവൻ വന്നാൽ ഇവരുടെ അടുക്കൽ ചെന്നാൽ സന്തോഷമുണ്ട്, ഇവരുടെ അടുക്കൽ ചെന്നാൽ സമാധാനമുണ്ട്. സകലത്തിനും ഒരു ആശ്വാസം ഇവരുടെ അടുക്കൽ ചെന്നാൽ കിട്ടുമെന്ന് പറയണം. ആ വിധത്തിലായിരിക്കണം ദൈവമക്കളുടെ ഹല്ലേലൂയ ജീവിതം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ പറ്റി അത് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? മേഖലയിൽ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ഒരു ഫലപ്രദമായി തീരട്ടെ. ഹല്ലേലൂയ. വാക്കിനാലും നടപ്പിനാലും നാം എന്ത് ചെയ്താലും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് അതിനെയൊക്കെ മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. തെസ്സലോനിക്ക സഭയുടെ സവിശേഷതകളെ കുറിച്ച് രാത്രി കാലം ദൈവം നമ്മളെ കേൾപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. മാതൃകയുള്ളവരായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിൽ നാം നടക്കുന്നവരായി തീരട്ടെ. കർത്താവിന്റെ വെളിച്ചത്തിൽ നാം നടക്കുന്നവരായി തീരട്ടെ. ജ്ഞാനികളായി നടക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. ബുദ്ധിയിൽ ശിശുക്കളാകാമേ, തിന്മയിൽ ശിശുക്കളായി തീരുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. രാത്രി കാലം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, എന്റെ ജീവിതം കർത്താവിന് ഫലപ്രദമായി തീരുവാൻ, ദൈവസഭയ്ക്ക് ഫലപ്രദമായി തീരുവാൻ ദൈവമേ നീ അവരെ സഹായിക്കണമെന്ന് ദൈവസഭയെ സമർപ്പണത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാമോ? ദൈവം നമ്മളെ അതിനായി സഹായിക്കും. വരും കാലങ്ങളിലും ദൈവസഭയെ കർത്താവ് അതിനായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് അതിനകത്തിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ.